നഴ്സിംഗ് കഴിഞ്ഞ് MBA എടുക്കാൻ പറ്റുമോ, അത് എടുക്കുന്നത് നല്ലതാണോ എന്ന ഡൗട്ട് ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണുക. വെൽക്കം ടു ഡേ 17 ഓഫ് 30 ഡേ നഴ്സിംഗ് കരിയർ സീരീസ്. ഇന്ന് നമ്മൾ നഴ്സിംഗ് കഴിഞ്ഞ് MBA എടുക്കുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നഴ്സിംഗ് കഴിഞ്ഞ് MBA എടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. ഇത് എടുക്കുന്നതിലൂടെ ഒരു ബെഡ് സൈഡ് റോളിൽ നിന്ന് നമുക്ക് കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലഭിക്കുന്നത്. ഇതിലൂടെ ഒരു ഹോസ്പിറ്റലിലെ നഴ്സിംഗ് മാനേജർ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ക്വാളിറ്റി ഓഫീസർ, HR മാനേജർ ആൻഡ് ഓൾസോ പ്രൊജക്ട് മാനേജർ എന്ന റോൾസിൽ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ഒരു ബിസിനസ് തുടങ്ങാനുള്ള അറിവുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസും നമുക്ക് കൂടി വരുന്നു. MBAയിൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാവോ? അതായത് ഒരു നഴ്സ് എന്ന നിലയിൽ MBAയിൽ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ്, ഹെൽത്ത് ഇൻഫോർമാറ്റിക്സ് ആൻഡ് ഓൾസോ ഫാർമസ്യൂട്ടിക്കൽ മാനേജ്മെന്റ് എന്ന ഈ സ്പെഷ്യലൈസേഷൻ നമുക്ക് ചെയ്യാൻ സാധിക്കും. MBA നമുക്ക് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ത്രൂവും ചെയ്യാൻ സാധിക്കും. ഇത് ചെയ്യുന്നതിനായി 50% മാർക്കോടെ BSc നഴ്സിംഗ് പാസ് ആയിരിക്കണം എന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനായി GMAT, CAT പോലെയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടത്തിൽ MBA എടുക്കണം എന്ന ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുത്തോളൂ. അടുത്ത വീഡിയോയിൽ ഒരു എബ്രോഡ് നഴ്സിംഗിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ബുക്ക് റെഫർ ചെയ്യണം, എങ്ങനെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.